ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ തിരുവോണ നാളിലെ വിശേഷങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഓണം ചെറിയൊരു ആഘോഷമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ ഉത്രാടപ്പാച്ചിലും കാര്യങ്ങളൊക്കെയാണല്ലോ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് അത്തം ഇടുന്ന കാര്യമാണ്. അപ്പോൾ ഫൈനലായിട്ട് ഉള്ള അത്തം ഡിസൈൻ ചെയ്താണ്. അപ്പോൾ ഞങ്ങൾ ഇതുവരേക്കും ചെയ്തതിൽ ഏറ്റവും വലിയ അത്തം ഇതായിരുന്നു കേട്ടോ. ഇത്തവണ ഇട്ട അത്തമാണ്. അപ്പോൾ എനിക്ക് നിർബന്ധമായിരുന്നു ഇച്ചിരി വലിയ അത്തം തന്നെ ഇടണമെന്നുള്ളത്. ഹസ്ബൻഡും എന്നോട് പറഞ്ഞു. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കോയമ്പേട് മാർക്കറ്റിൽ തന്നെ പോയത്. അങ്ങനെ ഇത്തവണ എനിക്ക് ഏറ്റവും തൃപ്തിയായിട്ടുള്ളൊരു അത്തം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബാലൻസ് വന്നിട്ടുള്ള പൂക്കളൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അത് നമുക്കിനിയിപ്പോൾ വിളക്കിൻ്റെ മുന്നിലൊക്കെ വെക്കാനായിട്ട് യൂസ് ചെയ്യാം. അത്തം ഡിസൈൻ എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പഴയ ഞങ്ങളുടെ ഓണം ഓർമ്മകളെന്ന് പറയുന്നത് പറമ്പിലൊക്കെ പോയിട്ട് ഞങ്ങളുടെ വീട്ടിൻ്റെ തൊടിയിലൊക്കെ ഒരുപാട് പൂക്കളുണ്ടല്ലോ, കാട്ടുപൂക്കളൊക്കെ ഉണ്ടായിരിക്കും. കാക്കപ്പൂവും അതൊക്കെ പറിച്ചിട്ടാണ് അത്തമൊക്കെ ഇടുന്നത്. ഞാനാണ് ഇതിനൊക്കെ മുൻകൈ എടുത്ത് നിൽക്കുന്നത് കേട്ടോ. എൻ്റെ വീട്ടിൽ അനിയനും അച്ഛനും അമ്മയ്ക്കൊന്നും അത്ര ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷേ അനിയന് എന്നോടൊപ്പം കൂടാറുണ്ട്. കൂടുതലായിട്ടും അവനിങ്ങനെ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ച കാരണം കൊണ്ട് സ്കൂൾ ടൈമിലൊന്നും അവൻ കാണത്തില്ല. ഞാനാണ് വീട്ടിലുള്ളത്, ഞാനാണ് ഇതിനെല്ലാം മുന്നിൽ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ചെന്നൈയിൽ വന്നതിന് ശേഷം ഭയങ്കര ഗ്രാൻഡായിട്ട് എല്ലാ പ്രാവശ്യവും ഞാനിങ്ങനെ അത്തമൊക്കെ ഇടാറുണ്ട്. എൻ്റെ വീട്ടിലാണെങ്കിൽ പുറത്തുനിന്നൊന്നും ഞങ്ങൾ പൂ മേടിക്കാറില്ല. നാട്ടിൻ പുറത്തൊക്കെ അങ്ങനെയാണല്ലോ. അങ്ങനെ അത്തപ്പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെ, അതായത് തിരുവോണ ദിവസം രാവിലെ എഴുന്നേറ്റു. ശരിക്കും ഒരു 6 മണിക്കെങ്കിലും എഴുന്നേൽക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാണ്, തലേ ദിവസം കിടന്നപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി. അത്തപ്പൂക്കളൊക്കെ ഇട്ടിട്ട് കിടന്നപ്പോൾ ഒരുപാട് ലേറ്റായി പോയി കേട്ടോ. 1 മണിയോളം ആയി. അങ്ങനെ എഴുന്നേറ്റപ്പോഴത്തേക്കും ഒരു 7 മണിയായിട്ടുണ്ട്. എഴുന്നേറ്റ് കുളിച്ചിട്ട് വന്നിട്ട് ഉടനെ തന്നെ ഞാൻ വന്നിട്ട് വിളക്കൊന്ന് കൊളുത്തിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ വിളക്ക് വെച്ചിട്ടുണ്ട്. ആമിയും ഹസ്ബൻഡും ഒക്കെ ഉറക്കമാണ്. അവരൊക്കെ ഇനി എണീക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ ആരെയും വിളിച്ചുണർത്തിയിട്ടില്ല. ആമി ചിലപ്പോൾ രാവിലെ ഞാൻ വിളിച്ചുണർത്തുവാണെങ്കിൽ മൂഡ് ശരിയല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആകെ കുളമാവും. അതുകൊണ്ട് എന്തായാലും അവൾ പയ്യെ എഴുന്നേക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ വിളക്കൊക്കെ വെച്ചതിന് ശേഷം കുറച്ച് നേരം പ്രാർത്ഥിച്ചു. പിന്നെ ജമന്തി പൂക്കൾ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ അടുത്ത്. കഴിഞ്ഞ ദിവസത്തെ വ്ളോഗിൽ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്കിങ്ങനെ കോയമ്പേട് മാർക്കറ്റിൽ നിന്ന് ഒരുപാട് പൂക്കൾ കിട്ടും, നല്ല ലാഭമാണെന്നൊക്കെ. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, നാട്ടിൽ ഇതുപോലൊന്നും കിട്ടത്തില്ല എന്ന്. ശരിയാണ്, എനിക്കറിയാം. നാട്ടിൽ ഒന്നാമത്തെ കാര്യം ഓണം സീസണൊക്കെ ആകുമ്പോൾ ഭയങ്കര റേറ്റ് ആയിരിക്കും. പിച്ചിപ്പൂ ഒന്നും ഈ ഒരു റേറ്റിന് കിട്ടത്തില്ല എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട് രമ്യയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കമ്പ്യൂട്ടർ സാമ്പ്രാണിയും കൂടി ഒന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ ഉരുളിയിൽ ഞാൻ വെള്ളത്താമരയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. തലേ ദിവസം നമ്മൾ ഇഡ്ഡലിക്കുള്ള മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതൊക്കെ നന്നായിട്ട് പൊളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ എല്ലാ വീടുകളിലും, മിക്കവാറും എല്ലാ വീടുകളിലും ഓണ ദിവസം രാവിലെ ഇഡ്ഡലി ആയിരിക്കും. ഇഡ്ഡലിയും സാമ്പാറും ആയിരിക്കും അല്ലേ. മിക്കവാറും എനിക്കറിയാവുന്ന എല്ലാ വീടുകളിലും ഇഡ്ഡലിയും സാമ്പാറും തന്നെയാണ് കേട്ടോ. നാട്ടിൽ എൻ്റെ അമ്മയും ഒക്കെ അങ്ങനെ തന്നെയാണ്. നമ്മൾ സദ്യവട്ടം ഒരുക്കുന്ന ദിവസങ്ങളിൽ ഇതുപോലെ രാവിലെ ഇഡ്ഡലിയും സാമ്പാറും ആണെങ്കിൽ പെട്ടെന്ന് പണി കഴിയും കേട്ടോ. പിന്നെ ഒരു കറി നമുക്ക് കുറഞ്ഞ് കിട്ടുകയും ചെയ്യും. നമുക്ക് സദ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള സാമ്പാറും ടിഫിന് വേണ്ടിയിട്ടുള്ള സാമ്പാറും കൂടിയൊക്കെ എല്ലാം കൂടി ചേർത്തിട്ട് ഒരുമിച്ച് അങ്ങ് വെച്ചാൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനും സാമ്പാർ തന്നെയാണ് രാവിലെ വെക്കുന്നത്. കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. എല്ലാ പ്രാവശ്യവും ഞാനിങ്ങനെ തലേ ദിവസം തന്നെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടാണ് കിടക്കുന്നത്. ഇത്തവണ എന്നോട് ഹസ്ബൻഡും പറഞ്ഞു പിറ്റേന്ന് രാവിലെ ചെയ്താൽ മതിയെന്ന്. ഹസ്ബൻഡും കൂടെ ഹെൽപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. പിന്നെ മാത്രമല്ല നമ്മുടെ ഫ്രിഡ്ജിനകത്ത് സ്ഥലമില്ല, എല്ലാം കൂടി കട്ട് ചെയ്ത് വെക്കാനും പൂക്കളും എല്ലാം കൂടി വെക്കാനുള്ള സ്പേസ് ഇല്ലായിരുന്നു. അതുകൊണ്ട് എന്തായാലും പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റിട്ടതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. സാധാരണ ഞാൻ എപ്പോഴും തലേ ദിവസം തേങ്ങയൊക്കെ ചിരകി വെക്കാറുണ്ട്, അതുപോലെ പുളി വെള്ളത്തിലിട്ട് വെച്ചേക്കാറുണ്ട്, പിന്നെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെക്കാറുണ്ട്. നമ്മൾ ഇത്തവണ വളരെ കുറച്ച് മാത്രമാണ് വെക്കുന്നത് എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് തലേ ദിവസം ഞാനൊന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നല്ല ടയേർഡ്നെസ്സും ഉണ്ടായിരുന്നു, പുറത്തൊക്കെ പോയിട്ട് വന്നതുകൊണ്ട്. ഉത്രാടത്തിൻ്റെ അന്ന് ഞങ്ങൾ പുറത്ത് ഷോപ്പിങ്ങിനൊക്കെ പോയിരുന്നല്ലോ, അതും വെയിലത്താണ് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എല്ലാം കൂടി ഒറ്റയ്ക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു പിറ്റേന്ന് നമുക്ക് 2 ഉറുക്ക് കൂടി ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ. ഇതിനിടയിൽ ഇഡ്ഡലിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആവിയൊക്കെ പോയതിന് ശേഷം ഞാൻ റെസിപ്പീസ് ഒന്നും ഷൂട്ട് ചെയ്യുന്നില്ല, കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നുള്ള കാര്യമാണല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ടും കാണിക്കുന്നില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് വീഡിയോ എടുത്തതാണ്. പിന്നെ ഇതിനിടയിൽ തന്നെ കട്ടൻ ചായ ഇട്ടിട്ടുണ്ടായിരുന്നു. രാവിലെ എനിക്കൊരു കട്ടൻ കുടിച്ചാലേ ശരിയാവുള്ളൂ. പിന്നെ സാമ്പാർ ഇതിനിടയിൽ റെഡിയാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആമിയും ഹസ്ബൻഡും ഒക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു ഹാപ്പി ഓണം പറയാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന നിൽപ്പാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഓണക്കോടി.
അപ്പോൾ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് എടുത്തപ്പോഴത്തേനാണ് കാണുന്നത് എൻ്റെ പൂവിൻ്റെ ഒരു സൈഡിലെ ലെങ്ത് കൂടിപ്പോയി കേട്ടോ. എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ ഞങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇത്തവണ കുറച്ചധികം നല്ല ഫോട്ടോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഫോണിൽ തന്നെയാണ് എടുത്തത്. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മളിനി നേരെ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന ആ ഒരു നെക്ലസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, എൻ്റെ ഫ്രണ്ട് അഞ്ചു എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. നമ്മുടെ ഒരു വ്ളോഗിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ അമ്പത്തൂർ ക്ഷേത്രത്തിലാണ് വന്നിട്ടുള്ളത്. അമ്പത്തൂർ, ചെന്നൈയിൽ അമ്പത്തൂർ അയ്യപ്പ ക്ഷേത്രമുണ്ട്. അപ്പോൾ മലയാളികൾ നടത്തുന്ന ക്ഷേത്രമാണ്. അപ്പോൾ ഇവിടേക്ക് വന്നു. ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഫോട്ടോ എടുക്കാനായിട്ട് അനുവദിക്കില്ല, വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് പറ്റില്ല. പക്ഷേ അത്തപ്പൂക്കളം ഇട്ടേക്കുന്ന ഭാഗത്ത് എടുക്കാമായിരുന്നു കേട്ടോ. അപ്പോൾ 3 അത്തപ്പൂക്കളം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു സൈഡിലുള്ളത് മാത്രമേ എടുത്തുള്ളൂ, മറ്റേതൊക്കെ നടയിൽ ആയതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് സമ്മതിക്കത്തില്ല. അങ്ങനെ ഞങ്ങളിവിടെ ക്ഷേത്രത്തിലേക്ക് വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പ്രസാദം തന്നു കേട്ടോ. നമ്മുടെ നാട്ടിലെ കടലപ്പായസം ഇല്ലേ, ഇതാണ് തന്നത്. ഒരു ചെറിയൊരു ഗ്ലാസ്സിൽ തന്നു. പിന്നെ ഇതാണ് നമ്മുടെ ഈ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത്. അമ്പത്തൂർ മാർക്കറ്റിനുള്ളിലാണ് ഈ ഒരു ക്ഷേത്രം ഇരിക്കുന്നത്. ഞങ്ങൾ മിക്കവാറും എല്ലാ തവണയും ഈ ഒരു ക്ഷേത്രത്തിൽ തന്നെയാണ് ഓണത്തിന് വരുന്നത്. അണ്ണാനഗർ ക്ഷേത്രത്തിലും പോകാറുണ്ട്. അവിടെ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ക്യൂ ഒക്കെ നിൽക്കേണ്ടി വരും. വരുമ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റ് ആവും. അതുകൊണ്ട് എന്തായാലും ഇങ്ങോട്ടേക്ക് വരാമെന്ന് വിചാരിച്ചിട്ട് ഇവിടേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. വീട്ടിലേക്ക് വന്ന് ഉടനെ തന്നെ ഞങ്ങളുടെ ഓണക്കോടിയൊക്കെ കാണിച്ചു കൊടുക്കാനായിട്ട് ഞാൻ വീട്ടിൽ അച്ഛനെ വീഡിയോ കോൾ ചെയ്തതാണ്. അങ്ങനെ ആമി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അനിയനും കുഞ്ഞും ഒക്കെ വീട്ടിലുണ്ട്. അപ്പോൾ കുഞ്ഞിനോടൊക്കെ സംസാരിക്കുന്നതാണ് ഞങ്ങൾ. അപ്പോൾ ഇതുവരേക്കും ആമിക്ക് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ആമി ആകെ ടയേർഡായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇങ്ങനെ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരുന്നതിനിടയിൽ തന്നെ എൻ്റെ നാത്തൂനോട് സംസാരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ആമിക്കൊരു ഛർദിൽ പോലെ വന്നിട്ട് അങ്ങനെ കുറേ അങ്ങോട്ട് ഛർദ്ദിച്ചു കേട്ടോ. അപ്പോൾ രാവിലെ ഒന്നും കഴിക്കാതെയും കൂടിയാണ് ഞങ്ങൾ ക്ഷേത്രത്തിൽ പോയത്. അപ്പോൾ രാവിലെ കുളിച്ചിട്ട് പോയത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു തലനീരിറങ്ങിയതും എല്ലാം കൂടി ആയപ്പോഴത്തേക്കും ആമിക്ക് പെട്ടെന്ന് അങ്ങോട്ടൊരു പനി വന്നു. ആകെ ക്ഷീണിച്ചാണ് ഇരിക്കുന്നത്. സാധാരണ അവൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സ്വന്തമായിട്ട് എടുത്ത് കഴിക്കുന്ന കുട്ടിയാണ്. അവൾക്ക് അങ്ങനെ ഒരു പ്രശ്നവും ഇല്ലാത്ത കുട്ടിയാണ് കേട്ടോ. പക്ഷേ ഇന്ന് അവൾക്ക് തീരെ വയ്യാത്തതുകൊണ്ട് ഞാൻ തന്നെ എടുത്തു കൊടുത്തു. ശരിക്കും പറയട്ടെ, ഞാൻ ഭയങ്കരമായിട്ട് അങ്ങോട്ട് മൂഡ് ഓഫ് ആയിപ്പോയി. കാരണം ഒട്ടും തന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. നന്നായിട്ട് ഇരുന്നൊരു കുട്ടിയാണ്. പെട്ടെന്ന് ഇങ്ങനെ വയ്യാതായപ്പോഴത്തേക്കും എനിക്ക് പിന്നെ ആകെ ഞാനങ്ങോട്ട് ഡള്ളായിപ്പോയിട്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. സദ്യയൊക്കെ ഉണ്ടാക്കണോ, ഓണം നമുക്ക് ആഘോഷിക്കേണ്ട, ഒന്നും ചെയ്യണ്ട എന്നൊക്കെയുള്ള രീതിയിൽ. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൾക്ക് ഞാൻ മരുന്നൊക്കെ എടുത്ത് കൊടുത്തിട്ട് നേരെ പോയിട്ട് അവളെ കിടത്തി ഉറക്കി. അവളോട് ഉറങ്ങാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഒരു നല്ലൊരു ദിവസമായിട്ട് പെട്ടെന്ന് കുഞ്ഞിനിങ്ങനെ വയ്യാതായപ്പോൾ ഏതൊരു അമ്മയ്ക്കും ഉണ്ടാകുന്നൊരു വിഷമമാണ്. ഹസ്ബൻഡിന് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു ആഘോഷം വരുന്ന സമയത്ത് ഇതുപോലെ കുട്ടികൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ അറിയാമല്ലോ, നമുക്ക് പിന്നെ ഒട്ടും തന്നെ ഒരു മൂഡ് കാണത്തില്ല. പിന്നെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു വിഷമിക്കണ്ട, ഹെൽപ്പ് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ എന്തായാലും ഈ ഒരു ഓണം നമുക്ക് എന്തായാലും നമ്മൾ വലിയ രീതിയിലൊന്നും ചെയ്തില്ലെങ്കിലും ചെറുതായിട്ടെങ്കിലും എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ കറികളും ചോറും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും എനിക്ക് ആമിയുടെ ചിന്ത തന്നെയായിരുന്നു കേട്ടോ. അവൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പെട്ടെന്ന് ഭേദമായെങ്കിലെന്നായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവളെ പോയി നോക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ഹസ്ബൻഡ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പാത്രമൊക്കെ കഴുകി തന്നു. പിന്നെ തേങ്ങ ചിരകാനായിട്ട് ഹെൽപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് ചെയ്തത്. അപ്പോൾ ഞാനും ആകെ അങ്ങോട്ട് ഇതായിപ്പോയി, വിഷമത്തിലായിപ്പോയി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. പെട്ടെന്നുണ്ടായൊരു പനിയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഒരു വിഷമമായിപ്പോയി. കുഞ്ഞുങ്ങൾക്ക് വയ്യാതാകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരവസ്ഥ അറിയാമല്ലോ. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ കറികളൊക്കെ വെച്ചു കേട്ടോ. അങ്ങനെ ഞാൻ പച്ചടിയും കിച്ചടിയും അവിയലും സാമ്പാറും രസവും മോരും ഒക്കെ വെച്ചിട്ടുണ്ട്. പരിപ്പ് കറി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മട്ട റൈസിലാണ് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നത്. ആമി സാധാരണ മട്ട റൈസിലുള്ള ചോറ് കഴിക്കത്തില്ല കേട്ടോ. വിശ്വകർമ്മ ഭവനിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പപ്പടമാണത്. വലിയ പപ്പടമായിരുന്നു. ശരിക്കും ഇതൊക്കെ ഉണ്ടാക്കി വെച്ചെങ്കിലും എനിക്ക് കഴിക്കാനൊന്നും തോന്നിയില്ല കേട്ടോ. ആമിക്ക് വയ്യാത്തത് കൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ തന്നെ ആയിരുന്നു. എന്തോ ഭയങ്കര ഒരു സങ്കടം തോന്നി. പിന്നെ ഇന്ന് നമ്മൾ പാലട പായസമാണ് വെച്ചിട്ടുള്ളത്. ഇതൊക്കെ വെച്ചെങ്കിലും എന്തോ സന്തോഷമില്ലാത്തൊരു ഓണം പോലെ ആയിപ്പോയി ഇത്തവണത്തത്. കാരണം അറിയാമല്ലോ, കുഞ്ഞുങ്ങൾക്ക് വയ്യാതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ളൊരവസ്ഥ. അപ്പോൾ ഇത് പെട്ടെന്ന് ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് ചേഞ്ച് വന്നതിൻ്റെ പേരിലുണ്ടായതാണ് അമ്മയ്ക്ക് പെട്ടെന്ന് അസുഖം വന്നത്. നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഭയങ്കര വെയിലാണ് കേട്ടോ പുറത്ത്.
അപ്പോൾ നമ്മൾ ആ വെയിലത്തും കൂടെ അല്ലേ പോയത് തലയൊക്കെ കുളിച്ചിട്ട്, അതിൻ്റെതാണ് പെട്ടെന്നിങ്ങനെ അസുഖം വരാനുള്ള കാരണം. പിന്നെ ഞങ്ങൾ മുന്നത്തെ ഞാൻ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും വിശേഷം വരുമ്പോൾ ഇതുപോലെ സദ്യ ഉണ്ടാക്കുന്ന സമയത്ത് ഞങ്ങൾ പുറത്ത് കൊണ്ടുപോയി ഇങ്ങനെ കാക്കയ്ക്ക് ചോറ് വെച്ച് കൊടുക്കാറുണ്ട്. അങ്ങനെ അത് ചെയ്യാനായിട്ട് മേലേക്ക് പോയതാണ് ഞാനും ഹസ്ബൻഡും മോളും കൂടി. അങ്ങനെ ആമി ഒന്ന് 2 തവണ ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്കും ഒന്ന് റെഡിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നാലും അവൾക്ക് നല്ല ക്ഷീണമുണ്ട്. പക്ഷേ അവളെ അങ്ങനെ മാറ്റിയിരുത്തണ്ട, അവളെ കൂടുതൽ വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്കൊപ്പം ഇരുത്തി ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നതാണ്. അവൾക്ക് കഴിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല, എല്ലാ ഭക്ഷണവും അങ്ങനെ കഴിക്കുകയില്ല. വെറുതെയാണ് ഈ ചോറിൽ ഇലയിലെല്ലാം കൂടി വിളമ്പി വെച്ചേക്കുന്നത് കേട്ടോ, എല്ലാം ഒന്നും കഴിക്കില്ല. പിന്നെ അവൾക്ക് വേണ്ടിയിട്ട് പരിപ്പും ചോറും കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് വാശിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വയ്യാത്തത് കൊണ്ട്. പിന്നെ ഞാൻ തന്നെ വാരി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇതായി. പിന്നെ ഞാൻ തന്നെ അവൾക്ക് എടുത്ത് കൊടുക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഓണം വളരെ വിഷമകരമായിട്ട് ആണ് അവസാനിപ്പിച്ചത്. ശരിക്കും എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ട്. കാരണം കുട്ടികൾക്ക് വയ്യാതായിരിക്കുമ്പോൾ നമുക്ക് പിന്നെ ഒന്നും തന്നെ ചെയ്യാനായിട്ട് തോന്നത്തില്ലല്ലേ. അപ്പോൾ ഇത്തവണത്തെ ഓണം ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ആമിക്ക് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും പനി നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്, അവൾ നല്ല ഓക്കെ ആയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവളിൽ നിന്നാണ് എനിക്ക് പനി പകർന്നത്. എപ്പോഴും അങ്ങനെ തന്നെയാണ്, പൊതുവേ അമ്മമാർക്ക് കുട്ടികളിൽ നിന്ന് പനി വരാറുണ്ടല്ലേ. അങ്ങനെ അവളുടെ പനി എനിക്ക് കിട്ടി. പിന്നെ ഞാനും 2 ദിവസം കിടപ്പിലായിപ്പോയി. ഇപ്പോഴാണ് ഞങ്ങൾ എല്ലാവരും ഒന്ന് ഓക്കെ ആയി വരുന്നത്. ഹസ്ബൻഡിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, എനിക്കും ആമിക്കും മാത്രമായിരുന്നു കേട്ടോ തലവേദനയൊക്കെ ആയിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പനി മാത്രമല്ല, തലവേദനയും തലക്കനവും അങ്ങനെ ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു കേട്ടോ. ചൂടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ചൂടങ്ങോട്ട് തലയ്ക്കകത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് വന്നപ്പോഴാണ് മനസ്സിലായത് മോൾക്കും എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാണുമെന്ന്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഓണവിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ആഘോഷിച്ചത്? നിങ്ങളുടെ വീട്ടിൽ സദ്യയൊക്കെ ഉണ്ടാക്കിയോ? നിങ്ങളുടെ ഓണം എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.